വാർത്തകൾ തുടരുന്നു. കരുവാരക്കുണ്ട് കിഴക്കേത്തല തരിശ് റോഡ് പ്രവൃത്തി കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി കരാറുകാരനോട് പറയുക മാത്രമാണ് ചെയ്തതെന്ന് പഞ്ചായത്ത് പ്രതിപക്ഷാംഗം കുഞ്ഞാണി പറഞ്ഞു. റോഡ് പണിക്ക് CPM പ്രവർത്തകർ തടസ്സം നിന്നുവെന്ന ആരോപണത്തിനെതിരെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് രാവിലെ കിഴക്കേത്തല ഭാഗത്തു നിന്നും റോഡ് പ്രവൃത്തി ആരംഭിക്കുന്ന സമയത്താണ് CPMലെ ചില നേതാക്കന്മാർ റോഡ് പ്രവൃത്തിക്കെതിരെ രംഗത്ത് വന്നത്. റോഡ് പ്രവൃത്തിയിൽ ടാറ് ആവശ്യത്തിന് ഉപയോഗിക്കുന്നില്ലെന്നും കൺവീനർ റോഡ് പ്രവൃത്തിയുടെ സ്ഥലത്ത് നിൽക്കുന്നില്ലെന്നും കാണിച്ചാണ് ചിലർ രംഗത്ത് വന്നത്. ഇത് വാക്കേറ്റത്തിന് കാരണമായിരുന്നു. റോഡ് പണി കാര്യക്ഷമമാക്കുവാൻ കരാറുകാരനോട് പറയുകയും കൺവീനർ വർക്കിലായതിനാൽ റോഡ് പണി സമയത്ത് കൺവീനർ സ്ഥലത്ത് വേണമെന്ന് മാത്രമാണ് CPMന്റെ ആളുകൾ പറഞ്ഞതെന്ന് പ്രതിപക്ഷ മെമ്പർ കുഞ്ഞാണി പറഞ്ഞു. പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത് വർക്ക് ഫിൽ ഓവറാണ്. അപ്പോൾ ഇന്ന് രാവിലെ ചെറുതായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം എന്താ വെച്ചാൽ ടാറ് കുറച്ച് കുറവായിട്ട് വന്നു. അപ്പോൾ അത് അവിടെ പറഞ്ഞ് ചെയ്യിപ്പിച്ചു. കോൺട്രാക്ടർ അത് ചെയ്യാമെന്നും ഉറപ്പ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത്രേ ഉള്ളൂ. അത് വർക്ക് നന്നാക്കി എടുക്കണമെന്നേ വേണ്ടുള്ളൂ. പിന്നെ 3 ലക്ഷം റുപ്യേൻ്റെ ഫണ്ടുമാണ്, കൺവീനർ വർക്കുമാണ്. പിന്നെ അവിടെ ഉണ്ടായ പ്രശ്നം എന്താ വെച്ചാൽ കൺവീനർ പ്രവൃത്തി സ്ഥലത്തില്ല. അപ്പോൾ അയാൾ പ്രവൃത്തി സ്ഥലത്ത് വേണമെന്നില്ല ഒരാവശ്യം കൂടി ഉന്നയിച്ചിരുന്നു. ഇത് കരാറുകാരൻ സമ്മതിച്ചതായും പഞ്ചായത്ത് അംഗം പറഞ്ഞു. എന്നാൽ CPMന്റെ നേതൃത്വത്തിൽ റോഡ് പണി തടഞ്ഞത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കൺവീനർ പറഞ്ഞു. റോഡ് പണി കാര്യക്ഷമമായിട്ടാണ് നടത്തുന്നത്. റോഡ് പണിയുടെ സമയത്ത് കൺവീനർ ഇല്ല എന്ന് പറയുന്നത് അടിസ്ഥാന വിരുദ്ധമാണെന്നും റോഡ് പണി തടസ്സപ്പെടുത്തുവാൻ ആരെയും അനുവദിക്കില്ലെന്നും കൺവീനർ സ്വന്തം വാർത്തകളോട് പറഞ്ഞു. വളരെ വൃത്തിയായിട്ടും വളരെ ഉപയോഗയോഗ്യമാക്കുക തീർക്കാനുള്ളത് ഞങ്ങളുടെ കടമയാണ്. ഞങ്ങളുടെ റോഡാണ്. എനിക്ക് പ്രധാനമായും വരെയുള്ള റോഡാണ് പണിയുള്ളത്. പക്ഷേ മറ്റുള്ളവർക്ക് പണി നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം. അത് വിജയിക്കില്ല. ഞങ്ങളുടെ കാലം അത് വിജയിക്കാനായിട്ടില്ല. ഇത് രാവിലെ മുതൽ ഞാനിവിടെ സ്ഥലത്തിട്ട് ഇതിൻ്റെ വർക്കെടുക്കുന്ന മേശകളോട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞതാണ്. വളരെ വിശദമായിട്ട് അതേമാതിരി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ 4-ാം വാർഡ് കേരളയിൽപ്പെടുന്ന പുതിയകട കേലമ്പറ്റ റോഡ് പ്രവൃത്തി നീളാൻ കാരണം കരാറുകാരനാണെന്ന് വാർഡംഗം P. തങ്ക പറഞ്ഞു. റോഡ് പണി അടുത്ത ദിവസം തന്നെ തുടങ്ങുമെന്ന് വാർഡംഗം ഉറപ്പു നൽകി. കരുവാരക്കുണ്ടിലെ പഴയകാല റോഡുകളിലൊന്നായ പുതിയകട കേലമ്പറ്റ റോഡിനോട് അധികൃതർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം നാട്ടുകാർ റോഡ് ഗതാഗതയോഗ്യമാക്കിയിരുന്നു. അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ രംഗത്ത് വന്നിരുന്നത്. ഇത് സ്വന്തം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 150ഓളം കുടുംബങ്ങൾ ഈ റോഡിനെയാണ് ആശ്രയിക്കുന്നത്. 2009-2010 വർഷത്തിൽ AP അനിൽകുമാർ MLA റോഡിനു വേണ്ടി 2 ലക്ഷം രൂപ അനുവദിച്ചിരുന്നുവെങ്കിലും ഒരു പ്രവൃത്തിയും നടത്തിയിട്ടില്ല. തളർന്നു കിടക്കുന്ന രോഗികൾ ഉൾപ്പെടെയുള്ള പ്രദേശത്തുകാർക്ക് ഇതോടെ ദുരിതകാലം നീങ്ങിയില്ല. MLA ഫണ്ട് അനുവദിച്ചിട്ടും റോഡ് പ്രവൃത്തി നടത്താത്തതിൽ കരാറുകാരനാണ് കാരണക്കാരനെന്നാണ് വാർഡംഗം പറയുന്നത്. ഞാൻ മെമ്പറായ മുതൽ അവിടെ പാസ്സായ ഫണ്ട് ചെലവാക്കാൻ വേണ്ടിയിട്ടും അത് പ്രാപ്തിയാക്കാൻ വേണ്ടിയിട്ടും കോൺട്രാക്ടറോട് ഞാൻ നിരന്തരം ബന്ധപ്പെടുക, അവിടുത്തെ ആൾക്കാർ ബന്ധപ്പെടാറുണ്ട്. കോൺട്രാക്ട് പിന്നെയാണെങ്കിൽ ഇപ്പം ഇതുവരെ കുറച്ചു കാലം ഒരു ഒക്ടോബർ വരെ നല്ല മഴയായിരുന്നു. അപ്പോൾ അവിടെ ഉറവാണ്, അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം ഇപ്പോൾ കഴിഞ്ഞു. അവൾക്ക് ഇനി അടുത്ത തിങ്കളാഴ്ച മുതൽ തുടങ്ങാമെന്നാണ് കോൺട്രാക്ട് പറഞ്ഞത്. താൻ മെമ്പറായതിനു ശേഷം റോഡിനു വേണ്ടി പാസായ ഫണ്ട് ചിലവഴിക്കുന്നതിന് ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ റോഡ് പണിക്ക് വേണ്ടി കരാറുകാരനെ നിരവധി തവണ സമീപിച്ചിട്ടുമുണ്ട്. അടുത്ത ദിവസം തന്നെ റോഡ് പണി തുടങ്ങുമെന്ന് കരാറുകാരൻ ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് വാർഡംഗം പറഞ്ഞു. വാർഡംഗത്തിന് ഫണ്ട് പാസാക്കുവാൻ മാത്രമേ സാധിക്കൂ എന്നും റോഡ് പണി നടത്തണമെങ്കിൽ കരാറുകാരൻ ഉദ്ദേശിക്കണമെന്നും ഇവർ പറഞ്ഞു. റോഡ് പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്ന് ഉറപ്പു നൽകുന്നതായും വാർഡംഗം സ്വന്തം വാർത്തകളോട് പറഞ്ഞു. DYFI പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ചാലിയാർ പഞ്ചായത്ത് ഭരണസമിതിയും പ്രസിഡന്റും കുടുംബശ്രീയെ രാഷ്ട്രീയവൽക്കരിക്കുവാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ചാണ് മാർച്ച് നടത്തിയത്. ജനശ്രീയുടെ മറവിൽ കുടുംബശ്രീയെ തകർക്കുവാനുള്ള UDF ഭരണസമിതിയുടെ നീക്കത്തിനെതിരെ ശക്തമായ സമരപരിപാടികൾ ഇനിയും നടത്തുമെന്ന് സമരക്കാർ മുന്നറിയിപ്പ് നൽകി. മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗം CPM ചാലിയാർ ലോക്കൽ സെക്രട്ടറി യു കുഞ്ഞീദ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PT ഉസ്മാൻ, രാജഗോപാൽ, സഹിൽ, സൂര്യപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു. ബഷീർ മുട്ടിയൽ, ഷാനവാസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡ് കുടുംബശ്രീ ADS തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. വാർഡിലെ അയൽക്കൂട്ടങ്ങളിൽ ചിലത് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചതാണ് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്നതിന് കാരണമായതെന്നാണ് സൂചന.
8 അയൽക്കൂട്ടങ്ങളാണ് വാർഡിലുള്ളത്. ഇതിൽ ഒരെണ്ണത്തിന്റെ രജിസ്ട്രേഷൻ പുതുക്കി ലഭിക്കാത്തതിനാൽ വോട്ടവകാശം നഷ്ടപ്പെട്ടു. എന്നാൽ രേഖകൾ മുഴുവൻ കൃത്യസമയത്ത് തന്നെ സമർപ്പിച്ചിരുന്നു എന്നും മുഴുവൻ അയൽക്കൂട്ടങ്ങളെയും ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുമുള്ള ആവശ്യവുമായി ഒരു വിഭാഗം രംഗത്തെത്തുകയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടുന്ന വിഭാഗത്തിന് ഭൂരിപക്ഷം നഷ്ടപ്പെടുമെന്ന ഭീതിയാണ് ബഹിഷ്കരിക്കുന്നതിന് പിന്നിലുള്ളതെന്നും മറുവിഭാഗം ആരോപിക്കുന്നു. ഇവിടെ വന്നില്ലേ, പക്ഷെ വായിച്ചപ്പോ നിരീക്ഷകന്റെ കയ്യിൽ 7 സംഘത്തിന്റെ പേരും രജിസ്റ്റർ വോട്ടർ പട്ടികയാണ് വന്നത്. അപ്പോൾ നോക്കുമ്പോൾ സ്നേഹ എന്ന് പറഞ്ഞ ഒരു അയൽക്കൂട്ടത്തിന് അവർ രജിസ്റ്റർ ചെയ്തില്ല. പഞ്ചായത്തിലേക്ക് വിളിച്ചപ്പോൾ അവർ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ പഴയ ADS സെക്രട്ടറി മിനിറ്റ്സ് കൊണ്ടുവരാതെയാണ് വന്നത്. അതിൽ 2 മണി കഴിഞ്ഞപ്പോൾ മിനിറ്റ്സ് നോക്കിയപ്പോൾ മിനിറ്റ്സ് ഇല്ല. മിനിറ്റ്സിന് വാർഡ് മെമ്പറെ വീട്ടിൽ പോയി കുറേ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. ഞാൻ വേറൊരാൾ തെരഞ്ഞു പോയിട്ടാണ് അവർ മിനിറ്റ്സ് കൊണ്ടുവന്ന് എഴുതാൻ നോക്കുമ്പോൾ അവർ ഈ സ്നേഹന്റെ ആൾക്കാർ രജിസ്ട്രേഷൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ 5 അംഗ കമ്മിറ്റി എഴുന്നേറ്റ് പോയി. കൂട്ടത്തിൽ പ്രസിഡന്റ് മെമ്പർ വിളിച്ചു പറഞ്ഞു ഇന്ന് ഈ അയൽക്കൂട്ട തെരഞ്ഞെടുപ്പ് നടത്തണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ബാധകപ്പെട്ട ആൾക്കാരൊക്കെ ഇറങ്ങി പോവുകയും ചെയ്തു. അംഗങ്ങൾ ഞങ്ങൾ 7 സംഘത്തില് 35 ആളുണ്ട്. അതിൽ 32 പേരും പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അവർ അത്രയും അംഗങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ തെരഞ്ഞെടുപ്പ് അവര് നടത്താൻ സമ്മതിച്ചില്ല. മറ്റുള്ളവർ സമ്മതിക്കാത്തതുകൊണ്ട് പിന്നെ ലത്തീഫ് സാറിനെ വിളിച്ചു. ലത്തീഫ് സാർ പറഞ്ഞു പിന്നെ പഞ്ചായത്ത് വിളിച്ചിട്ടായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക. ലത്തീഫ് സാറ് തൽക്കാലം നിർത്തിവെക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പോയി. അത് ശരിയായ കീഴ്വഴക്കായ കാരണം ഈ രജിസ്റ്റർ ചെയ്യാത്ത സംഘത്തിൽ നിന്ന് 4 ആള് അംഗങ്ങൾ വന്നിരുന്നു. അവരെ വോട്ട് ചെയ്യാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു രജിസ്റ്റർ ചെയ്യാത്ത സംഘക്കാരെ വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് അത് അവര് സമ്മതിക്കില്ല എന്ന് പറഞ്ഞതിനാണ് അവരിവരെ വിളിച്ചു ഇറങ്ങിപ്പോയത്. വോട്ട് നടക്കില്ല എന്ന് പറഞ്ഞു. ഒരു സംഘത്തിൽ തന്നെ ഒരു 5 അംഗ കമ്മിറ്റിയിലത്തെ ഒരാൾ കല്യാണത്തിന് പോയി. അതിന് പകരം ഒരാളെ പറഞ്ഞയച്ചു. ആ പകരം ഒരാളെ ഞങ്ങള് അവർക്ക് വോട്ടവകാശം ഇല്ല എന്ന് പറഞ്ഞ് അവരെ ഇറക്കി വിട്ടു. അതൊക്കെ പാടെയാണ്. അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് വീണ്ടും നടക്കുമെങ്കിലും മറുവിഭാഗത്തിലെ 4 അയൽക്കൂട്ടങ്ങൾ ബഹിഷ്കരിക്കാനാണ് സാധ്യത. കൂറ്റമ്പാറ അക്ഷര വായനശാലയുടെയും നിലമ്പൂർ യുനാനി ആശുപത്രി, ചുങ്കത്തറ ലുലു ഐ ക്ലിനിക് എന്നിവയുടെ സഹകരണത്തോടെ മെഡിക്കൽ ക്യാമ്പ് നടത്തി. പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ശിവദാസൻ ഉള്ളാട് ഉദ്ഘാടനം ചെയ്തു. യുനാനി മെഡിക്കൽ ക്യാമ്പും സൗജന്യ നേത്രപരിശോധന ക്യാമ്പുമാണ് നടത്തിയത്. ക്യാമ്പിന്റെ ഭാഗമായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ക്ലാസിന് ഡോക്ടർ എ മൌഫ് നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് അംഗം ആർ ശ്രീരംഗനാഥൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അടുക്കത്ത് നസീറ, VP അബ്ദുൽ കരീം, KN പ്രസന്നൻ, K മുഹമ്മദ്, KC വേലായുധൻ എന്നിവർ പ്രസംഗിച്ചു. CT അബ്ദുൽ അസീസ് സ്വാഗതവും A മുജീബ് റഹ്മാൻ നന്ദിയും പറഞ്ഞു. അമരമ്പലം TK കോളനി പൂത്തോട്ടം കടവിൽ ടൂറിസ്റ്റുകളെ നിയന്ത്രിക്കാൻ വനം വകുപ്പ് ചെക്ക് പോസ്റ്റ് നിർമ്മിക്കുന്നു. വനവും പുഴയും മലിനമാക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് നടപടി. പാരിസ്ഥിതിക വിനോദസഞ്ചാര കേന്ദ്രമായി TK കോളനിയിലെ സഞ്ചാരികളുടെ തിക്കും തിരക്കും നിയന്ത്രിക്കാനും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ചെക്ക് പോസ്റ്റ് നിർമ്മിക്കുന്നത്. വനത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾ മദ്യക്കുപ്പികൾ ഉൾപ്പെടെ പൊട്ടിച്ചിട്ടും പ്ലാസ്റ്റിക് മാംസ്യാവശിഷ്ടങ്ങൾ പുഴയിൽ നിക്ഷേപിച്ചും കുടിവെള്ളം മലിനമാക്കുന്നതായും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായും പരാതി ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് സ്ഥലം സന്ദർശിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് ജനങ്ങൾ സഞ്ചാരികളെ നിയന്ത്രിക്കുന്നതിനും മലിനീകരണം തടയുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതനുസരിച്ചാണ് TK കോളനി ടൗണിന് സമീപം ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചത്. പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്നതിനാൽ പോലീസ്, വനം വകുപ്പ്, തദ്ദേശവാസികൾ, ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവരുടെ യോഗം അടുത്ത ആഴ്ച ചേരും. അമരമ്പലം പഞ്ചായത്തിലെ കോട്ടപ്പുഴ നീർത്തട പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള ആടുവിതരണ പദ്ധതിക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തനൂജ ആദവനാട് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കാര്യഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനെ വിൽക്കാതെ ഇത് കൊണ്ട് തന്നെ പിറ്റത്താഴ്ച കൊടുക്കുന്ന ഒരു ഏർപ്പാട് പല ഭാഗങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഈ രീതിയിൽ അത് മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ അനുബന്ധിച്ചുള്ള ഡോക്ടറും ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും നിങ്ങളുടെ വീട് മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും വീട് സന്ദർശിച്ച് തന്ന ആടായാലും കോഴിയായാലും അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പദ്ധതിയുടെ 25 ഗുണഭോക്താക്കൾക്ക് 2 പെണ്ണാടുകളെ വീതമാണ് വിതരണം ചെയ്തത്. കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ മുഹമ്മദ് ബഷീർ പദ്ധതി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VK സുബ്രഹ്മണ്യൻ, PV കരുണാകരൻ, K വാസുദേവൻ, കൃഷി ഓഫീസർ ലിജു എബ്രഹാം, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ K ശകുന്തള എന്നിവർ സംസാരിച്ചു. ഒരിടവേള കൂടി.